ഹായ് ഫ്രണ്ട്സ്, അജന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നു. പിന്നെ പോണേക്കാളും മുമ്പ് ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ. ചോറും കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു. കാലത്ത് പഴം പുഴുങ്ങിയിട്ട് കഴിച്ചു. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അമ്പലത്തിൽ ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ പോയി വന്ന് അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കണം എന്നൊക്കെ ഉണ്ട്, എനിക്കതെല്ലാം കാണിക്കാം. പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല. പിന്നെ പോകുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അതാ കുറച്ചൊക്കെ വെയിലൊക്കെ ഉദിച്ച് തുടങ്ങി. ചെറുതായിട്ട് വെയിൽ വരും. പിന്നെ പണ്ടൊക്കെ നമ്മൾ നല്ല മഴയുള്ളപ്പോൾ എന്താ നല്ല മഴയുണ്ടെങ്കിൽ കുറച്ച് വെയിൽ ഉദിച്ചാൽ പിന്നെ വെയിൽ തന്നെയല്ലേ. ഇപ്പം അങ്ങനെയല്ല, നല്ല വെയിൽ വന്നാൽ അപ്പം തന്നെ മഴ വരും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഊണൊക്കെ കഴിച്ചാലോ. രാവിലെ തന്നെ നമുക്ക് നല്ല ഒരു കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നാടൻ കറികൾ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയാണല്ലോ വിശേഷങ്ങളൊക്കെ വരുന്നത്, കുറേ വിശേഷങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് ഊണൊക്കെ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പം അജന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വിഭവങ്ങളൊക്കെ കാണാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് ആദ്യം തന്നെ പാത്രങ്ങൾ അങ്ങനെ നടത്തി വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ അതാ സാമ്പാർ, അടിപൊളി സാമ്പാർ ഉണ്ടാക്കി. നല്ല മണം എനിക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഏതൊക്കെ കറികൾ, ഇത് നമ്മുടെ പയറ് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. പയറിങ്ങനെ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും വെളിച്ചെണ്ണയും മാത്രം. എന്ന് വെച്ചാൽ എല്ലാ കറികളും എരിവുണ്ടല്ലോ, അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ള കറികൾ. അപ്പോൾ ഇതിനെ ഞങ്ങൾ അങ്ങനെയാണ് വയ്ക്കുക. പിന്നെ നമ്മുടെ അവിയൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അവിയൽ. അയ്യോ വെള്ളം ഇറങ്ങിയിട്ടേ കൊതി. പിന്നെ കാളൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാളൻ അടിപൊളി കാളൻ തന്നെയാട്ടോ ഉണ്ടാക്കിക്കണേ. എല്ലാം അടിപൊളിയല്ലേ, അടിപൊളി. അങ്ങനെ അടിപൊളി കാളൻ സാമ്പാർ. എരിശ്ശേരി കണ്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച അച്ചാർ തന്നെയാണ്. അത് നമ്മൾ വാങ്ങിച്ച ഒരു കുപ്പിയിൽ അങ്ങനെ എന്താ പറയുക, വടുകാപ്പുളി അച്ചാർ ഉണ്ടാക്കി വെച്ചത്. പഴം പുഴുങ്ങിയതുണ്ട്, തുറക്കാൻ പറ്റണില്ല. ഇത് ഉപ്പേരി, ഇതൊക്കെ നമ്മൾ ഉപ്പേരിയല്ലോ, കൊണ്ടാട്ട മുളക്, ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇല റെഡിയാക്കി. ഇലയിലാണെന്ന് 1-ാം തീയതി ഊണ് കഴിക്കാൻ പോണത്. പിന്നെ നമുക്ക് 2 കപ്പിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. പഴം പുഴുങ്ങിയ കാരണം പിന്നെ പഴങ്ങളൊന്നും എടുക്കണ്ട. അപ്പം എൻ്റെ ഇല ഏട്ടൻ കൊണ്ടുവന്ന് വെച്ച് തന്നു എനിക്ക്. ഭർത്താവ് ഹായ് പറയും ചേട്ടാ, ഹായ് പറയും. അങ്ങനെ ഇലയൊക്കെ വെച്ചു, ഇതൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി. ഇനി നമുക്ക് ഓരോന്നായിട്ട് വിളമ്പാം ട്ടാ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വിളമ്പാം അല്ലേ. ആദ്യം നമുക്ക് വിളമ്പേണ്ടത് നമ്മുടെ കൊണ്ടാട്ടമുളക് തന്നെ വിളമ്പാം. നല്ല കൊണ്ടാട്ടമുളക്. ഇനി പുളിഞ്ചൊക്കെ ഉണ്ടാക്കാതിരിക്കുന്നേ ഉള്ളൂ. പുളിഞ്ചൊക്കെ ഉണ്ടാക്കണം നമുക്ക്. ഇനി നല്ലൊരു നേന്ത്രപ്പഴം പുഴുങ്ങിയത്. പിന്നെ രാവിലെ കഴിച്ചുവേ. അപ്പം നല്ല വിശപ്പുണ്ട്. അപ്പം നേരത്തോടെ ഊണ് കഴിക്കുക ഞങ്ങൾ. കാലത്ത് തന്നെ, ഉച്ചയൊന്നും ആയിട്ടില്ല. പിന്നെ നമുക്ക് അച്ചാറാണ് ഞാൻ വിളമ്പിയിരിക്കണത്. അവിടെ ഇവിടേക്കോ എനിക്ക് വിളമ്പാനൊന്നും അറിയില്ല കേട്ടോ, എന്നാലും ഞാൻ അങ്ങനെയൊക്കെ വിളമ്പും. പിന്നെ പയറ് മറ വരുന്നുണ്ടോ, പയർ നല്ല 1-ാം തരം പയർ, ഉപ്പേരി. പിന്നെ എൻ്റെ എരിശ്ശേരി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എല്ലാം അങ്ങനെ തന്നെ, പക്ഷേ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊരു ഇത്തിരി മധുരമൊക്കെ ചേർത്തിട്ടുണ്ട്, അതാണ് എൻ്റെ ടേസ്റ്റ്. പിന്നെ നമുക്ക് അവിയലാണ് എടുക്കാനുള്ളത് സുഹൃത്തുക്കളെ. അവിയൽ അടിപൊളി കണ്ടോ. ഇതെൻ്റെ അടിപൊളി മുരിങ്ങക്കായ ഏട്ടനിരിക്കട്ടെ. അങ്ങനെ അടിപൊളി. പിന്നെ നമുക്ക് ചോറ് കൊണ്ടുവന്ന്, നേരത്തെ ഞാൻ ചോറ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ചോറാണ് ഞാൻ വെക്കാൻ പോണത്. ചോറ് നന്നായിട്ട് ചോറുണ്ണണം. ഇന്ന് അടിപൊളിയായിട്ട് ഉണ്ണാം. അപ്പോൾ ഇത്തിരി ചോറുമൊക്കെ വിളമ്പി. ഇനി നമുക്ക്
സാമ്പാറാണ് കേട്ടോ നമ്മൾ വിളമ്പാൻ പോണത്. സാമ്പാർ ചേട്ടന് പീസസ് ഒന്നും ഇഷ്ടമല്ല, അപ്പം നല്ല സാറിൽ വെച്ചിട്ടുണ്ട്, ഡെയിലി വെച്ചാൽ മതി. പിന്നെ ഞാനേ നിങ്ങൾക്ക് നേരത്തെ ഒരു സംഭവം കാണിച്ചു തരാൻ മറന്നുപോയി. പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പരിപ്പ് പായസം കഴിക്കാം. ഊണ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. ഇപ്പം ഞാനും ഇരുന്നു ഊണ് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പം എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. കാളൻ ഞാൻ നേരത്തെ പറയാൻ മറന്നു എന്ന് ചേട്ടൻ പറഞ്ഞപ്പോഴേക്ക് ഓർമ്മ വന്നേ. എരിശ്ശേരി, അവിയൽ, ഉപ്പേരി, കാളൻ, പിന്നെ അച്ചാറ്, കൊണ്ടാട്ടമുളക്, പിന്നെ വെണ്ടക്കായും തക്കാളിയും നേന്ത്രക്കായ്ക്ക് ഇട്ടിട്ടുള്ള ഒരു സാമ്പാർ, പിന്നെ നമ്മുടെ പരിപ്പ് പായസം ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിയും. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു തുടങ്ങിയാലോ? നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ പപ്പടം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പപ്പടം വല്ലപ്പോഴേക്ക് മേടിക്കും ഞങ്ങൾ. മേടിച്ച് കഴിഞ്ഞാൽ അത് കഴിയണ വരെ അത് നന്നായിട്ട് അങ്ങ് കഴിക്കും. പിന്നെ ഞങ്ങൾ കുറേ നാൾ പപ്പടം യൂസ് ചെയ്യില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. വെണ്ടക്കായ നല്ലതാണ്. ഞാൻ മത്തങ്ങയും പയറും ചേർത്തിട്ടാണ് സാമ്പാർ ഒഴിച്ചു. എന്നിട്ട് മത്തങ്ങയും പയറും കൂടി ഉള്ള എരിശ്ശേരി. അത് ജീരകം, ഉള്ളിയൊക്കെ ചേർത്ത് അരച്ചതിന് ശേഷം നമ്മൾ വറക്കുമ്പോൾ കടുക്, വറ്റൽമുളക്, കുറച്ച് നാളികേരം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് വെച്ചു. അതാണ് ഇത്. എത്രയും നാളിൻ്റെ എന്താ പറയുക, എരിശ്ശേരിക്കൊന്നും ഈ ടേസ്റ്റ് വരാറില്ല. ഇപ്പം എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റുകളൊക്കെ എനിക്ക് കിട്ടി തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചു, എരിശ്ശേരിയുടെ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് നന്നായിട്ട് വന്നു തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് അവിയലിങ്ങനെ കൂട്ടിയൊക്കെ കുഴയ്ക്കാനൊക്കെ എടുത്ത് അവിയലും ഇതേപോലെ എനിക്ക് നന്നാവാറില്ല. പക്ഷെ ഇപ്പം എനിക്ക് അവിയലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവിയലൊക്കെ എന്നുവെച്ചാൽ അവിയൽ കഷ്ണങ്ങളെല്ലാം വേവിച്ച് കുറച്ച് പാതി വേവാകുമ്പോൾ, ഒരുവിധം വേവാകുമ്പോൾ മാത്രം നാളികേരം, ജീരകം, ഞങ്ങൾ ചേർക്കുന്നത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി, വേപ്പില, പച്ചമുളക് ഇതെല്ലാം അരച്ച് ഇതിൻ്റെ ഒപ്പം ചേർക്കും. എന്നിട്ട് കുറച്ച് ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് തൈരൊക്കെ ചേർക്കും. അതിന് ശേഷം വീണ്ടും കുറച്ച് എന്താ പറയുക, നമ്മളുടെ ചുവന്നുള്ളി, പേര് കിട്ടാണ്ട്, ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതൊന്ന് ഒഴിക്കും, അതൊന്ന് വെക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് നമ്മുടെ അവിയൽ ഇറക്കി വെക്കും. നല്ല ടേസ്റ്റാണ്. ഇത് പയറുപ്പേരി എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ വെക്കാം. ഉപ്പേരിയെല്ലാം മെഴുക്ക് വരട്ടെ. അതായത് അതിൽ കുറച്ച് ഉപ്പും വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞങ്ങൾ പച്ചമുളക് ചേർക്കില്ല. പച്ചമുളകും കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും മാത്രം ലാസ്റ്റ് ഇടും. അതിന് കുറച്ച് വെള്ളത്തിൽ പയറിങ്ങനെ വേവുമ്പോൾ വെന്ത് കഴിഞ്ഞു, ഉടയാനൊന്നും പാടില്ല. വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ അതിന് മുകളിൽ കുറച്ച് വേപ്പിലേക്ക് ഇട്ടിട്ട് ഇറക്കി വയ്ക്കും. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അത് മാത്രം മതി ഊണ് കഴിക്കാൻ. നല്ലതാ. പിന്നെ കാളനാണ് കേട്ടോ. കാളനിൽ നല്ലപോലെ അരയണം. എന്താ പറയുക, നാളികേരം നല്ലപോലെ അരിഞ്ഞിട്ട് ഞാൻ ചേന മാത്രം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ അരിഞ്ഞതിന് ശേഷം മാത്രം എന്താ പറയുക, തൈര് ചേർത്ത് നല്ലപോലെ അരയ്ക്കുക. എന്നിട്ട് ചേന കുക്കറിൽ വെന്തതിന് ശേഷം ഞാൻ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാതെ കുറച്ച് കൂടിയും മഞ്ഞൾപ്പൊടി ചേർക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റാണ് ഞാൻ ഉപ്പും ചേർക്കും. എന്നിട്ട് അപ്പോഴാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഉപ്പ് പിടിക്കുന്ന പോലെ തോന്നുന്നു എനിക്കത് ഇഷ്ടമല്ല. ഉപ്പ് ചേർത്തിട്ട് പിന്നെ കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിലൊക്കെ പൊട്ടിച്ചിടും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നല്ല അഭിപ്രായങ്ങൾ പറയണമെന്നല്ലേ? ചേട്ടന്റെ ശബ്ദമെങ്കിലും കേൾപ്പിച്ച് പറയാം.
എന്താന്നറിയോ, ഇതൊക്കെ നന്നായിട്ട് കാളനൊക്കെ നന്നായിട്ട് അല്ലേ. എന്താന്നറിയോ, എനിക്ക് ഇത്രയും നന്നായിട്ട് വെക്കാൻ ഇത്രയും കൂടി എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ബെറ്റർ ആവുന്നു നമുക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ സന്തോഷം. വറ്റൽമുളക് അങ്ങനെ എടുത്ത് കഴിക്കാൻ, അല്ല കൊണ്ടാട്ടമുളക്, സോറി വറ്റൽമുളക് അല്ല, കൊണ്ടാട്ടമുളക് അങ്ങനെ കഴിക്കാൻ നല്ലതാ. ഇത്തിരി എരിവ് കുറഞ്ഞതാ. പിന്നെ അച്ചാറ് കൂട്ടി. അച്ചാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വെള്ളമുളക് എൻ്റെ വീട്ടിലുണ്ടല്ലോ കൃഷി. അപ്പം കുറച്ച് വെള്ളമുളകും ഈ വടുകാപ്പുളിയും മിക്സ് ചെയ്ത് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചു. രാവിലെ വെച്ചിട്ട് ഒരു വൈകിട്ടൊക്കെ എടുത്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട്, എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കി, എന്നിട്ട് അതേ ചെയ്യുന്ന ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി, ഇത്തിരി വെള്ളം ഒന്ന് മിക്സ് ആവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് ആക്കി റെഡിയാക്കി കുപ്പിയിലാക്കി വെച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും ഞാനിപ്പോൾ കുറച്ച് ഊണ് കഴിക്കട്ടെ അല്ലേ. കുറച്ച് ഊണൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വർത്തമാനം പറയാൻ ഇഷ്ടം ഊണ് കഴിക്കുമ്പോൾ. അപ്പം അതൊന്ന് നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് എന്നോട് പറയണേ. എന്തൊക്കെ കറികൾ ഉണ്ടാക്കി, എങ്ങനെയൊക്കെ ആയണം എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചേട്ടൻ ഇവിടെ എന്താ പറയാ, മാക്കം തട്ടിക്കൊണ്ടിരിക്കുക. ഈ മാക്കം എന്നുള്ള കല്യാണിയുടെ വീടാണ്. കല്യാണി പറയുന്നതാണ് മാക്കം. അടിപൊളിയായിട്ട് ചേട്ടൻ എനിക്ക് ഞാൻ എപ്പോഴും അടിപൊളിയായി എന്ന് പറയാം. ഞാൻ മാങ്ങ ഇടാന്ന് വിചാരിച്ചു അവിയലില്. പക്ഷെ ഞാൻ കുറച്ച് മാങ്ങ ഇടാന്ന് വിചാരിച്ചു. പക്ഷെ എന്താ വെച്ചാല് മാങ്ങ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിയലില് ഞങ്ങളുടെ വീട്ടിലെ മാങ്ങ ഞാൻ തൊലിയെല്ലാം ചെത്തിയിട്ട് കവറിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാങ്ങയൊക്കെ എടുക്കും. അതാണ് ഞങ്ങളുടെ മാങ്ങ. അപ്പം ഞാൻ ചേട്ടനും ധൃതി പറയുന്നു പറഞ്ഞിട്ട് ഓഫ് ചെയ്യണ്ട കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ. ഇങ്ങനെ പറയാലോ, എൻ്റെ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ.